നമ്മുടെ യുകെയിലെ BRP കാർഡ് എക്സ്പയർ ആവാൻ പോകുന്നുള്ള ന്യൂസ് നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. December 31, 2024 ആണ് അത് എക്സ്പയർ ആവുന്ന ലാസ്റ്റ് ഡേറ്റ്. അപ്പം അത് ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് പിന്നെ നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും, അതിന് വേണ്ടിയിട്ടാണ് ഈ വിസ വന്നേക്കുന്നത്. ഈ വിസയ്ക്ക് എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യാം, അതിന്റെ പ്രൊസീജിയർ ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു കുട്ടി സ്റ്റോറീസ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് us. പ്രൊസീജിയർ ഭയങ്കര സിമ്പിൾ ആണ്. നമുക്കൊരു ലാപ്ടോപ്പോ ഒരു സ്മാർട്ട് ഫോണോ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ഓരോ സ്റ്റെപ്പും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് വന്നേക്കുന്ന മെയിൽ ഇതാണ്, റീപ്ലേസ് യുവർ BRP വിത്ത് ആൻ ഇ വിസ നൗ എന്ന് പറഞ്ഞ മെയിലാണ് നമുക്ക് വന്നേക്കുന്നത്. അതിനകത്ത് നമ്മളോട് പറയുന്നുണ്ട് നമ്മുടെ BRP കാർഡ് എക്സ്പയർ ആവും 31 December 2024. അപ്പം നമ്മുടെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്കത് ഈ വിസ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ഈ BRP കാർഡ് എക്സ്പയർ ആയാലും അത് നിങ്ങളുടെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസിനെ അത് എഫക്ട് ചെയ്യുന്നില്ല. അതിന് ബദലായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഈ വിസ. ഓക്കെ, നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം വേണ്ടത് UKVI എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിനകത്ത് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ഡേറ്റ ആണ് നമുക്ക് വേണ്ടത് അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അപ്പം ഒരു UKVI അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിഞ്ഞിരിക്കണം, BRP നമ്പർ അറിഞ്ഞിരിക്കണം. അപ്പം ഇത് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും BRP കാർഡ് എടുത്ത് വെക്കുക. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ BRP ഇല്ലെങ്കിൽ അതിന് പകരം പാസ്പോർട്ട് എടുത്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും വേണം. അതുപോലെ തന്നെ ഇതിനകത്ത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കണം എന്നാണ്. ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലിങ്കിലോട്ട് പോവാം. ഓക്കെ, ഗെറ്റ് ആക്സസ് ടു യുവർ ഇ വിസ. നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് നൗ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മളോട് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. എവർ ഹാഡ് എ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ്, BRP കാർഡ് നമുക്ക് ഉണ്ടോ? അപ്പോൾ എൻ്റെ കേസിൽ അത് എനിക്ക് ഉണ്ട്. അപ്പം ഞാൻ യെസ് ടിക്ക് ചെയ്യാണ്. അപ്പം കണ്ടിന്യൂ. ഡു യു സ്റ്റിൽ ഹാവ് യുവർ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് കാർഡ്? അപ്പം നമുക്ക് BRP കാർഡ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടോ? അപ്പം ഉണ്ട്. അപ്പം യെസ്. ഈസ് യുവർ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് വാലിഡ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള BRP കാർഡിന്റെ മുകളിൽ ഒരു വാലിഡ് അൺടിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ഉണ്ടാവും. അപ്പം അത് നമുക്ക് ഇനിയും എക്സ്പയർ ആയിട്ടുണ്ടോ എന്ന് നോക്കുക. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കറണ്ട് ഡേറ്റ് അനുസരിച്ചിട്ട് നിങ്ങളുടെ വാലിഡിറ്റി നോക്കുക. അപ്പം എനിക്കിത് 2024 ഡിസംബർ വരെ ഉണ്ട് എൻ്റെ പെർമിറ്റ്. അപ്പം ഞാനത് എൻ്റെ വാലിഡ് ആയിട്ടുള്ള ഒരു BRP കാർഡാണ്. ഞാൻ യെസ് ക്ലിക്ക് ചെയ്യും. നമുക്ക് നമ്മുടെ UKVI അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഈ UKVI അക്കൗണ്ട് എന്തിനാണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് ഇപ്പോൾ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമിഗ്രേഷൻ ഈ വിസ നമുക്ക് ഓൺലൈനായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് വേറെ ആർക്കെങ്കിലും ഒരു അക്കൗണ്ട് വേറെ ആർക്കെങ്കിലും വേണ്ടി നമുക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി അവരെ ഹെൽപ്പ് ചെയ്യാം അവരുടെ ഈ വിസ കാണാൻ വേണ്ടിയിട്ട്, ഓൺലൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഐഡന്റിറ്റി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഈ UKVI അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ സെൽഫായിട്ടാണ് എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഒക്കെ അത് നമ്മൾ ഒരാളുടെ ബിഹാഫിൽ വേണ്ടിയല്ലേ ചെയ്യുന്നത്. അപ്പം അതിനും അങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പം ക്രിയേറ്റ് ആൻഡ് അക്കൗണ്ട് ആണ് അടുത്ത നമ്മുടെ സ്റ്റെപ്പ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതാണ്, ഹു ആർ യു ക്രിയേറ്റിംഗ് ദിസ് അക്കൗണ്ട് ഫോർ? ഇത് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പം എനിക്ക് വേണ്ടി തന്നെ മീ. കണ്ടിന്യൂ. വാട്ട് ഈസ് യുവർ നെയിം? നമ്മുടെ നെയിം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു ഡു നോട്ട് ഹാവ് ബോത്ത് എ ഗിവൺ നെയിം ആൻഡ് എ സർനെയിം, എൻ്റർ യുവർ നെയിം ഇൻ ദ സർനെയിം ഫീൽഡ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾക്ക് ചിലർക്കൊക്കെ സർനെയിം കാണത്തില്ല. അപ്പം നിങ്ങളുടെ ഫസ്റ്റ് നെയിം തന്നെ ഈ സർനെയിം കോളത്തിലും എൻ്റർ ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് നെയിമും സർനെയിമും എൻ്റർ ചെയ്യാൻ പോവാണ്. കണ്ടിന്യൂ. വാട്ട് ഈസ് യുവർ കൺട്രി ഓഫ് നാഷണാലിറ്റി? അപ്പം നമ്മുടെ ഇന്ത്യ. അപ്പം ഇവിടെ ഓപ്ഷൻ വന്നിട്ടുണ്ട്, ജസ്റ്റ് ഇന്ത്യ സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ. വിച്ച് ഐഡന്റിറ്റി ഡോക്യുമെന്റ് ആർ യു യൂസിങ്? നമ്മൾ ഏത് ഐഡന്റിറ്റി ഡോക്യുമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് രണ്ട് ഓപ്ഷനേ ഉള്ളൂ, അത് BRP അല്ലെങ്കിൽ പാസ്പോർട്ട് ആണ്. അപ്പം ഞാൻ BRP യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഞാൻ BRP ടിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുവാണ്. എൻ്റർ യുവർ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ നമ്മുടെ BRP കാർഡ് നമ്പറും അതിന്റെ എക്സ്പയറി ഡേറ്റും ആണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കേണ്ടത്. അപ്പം BRP കാർഡ് നമ്പർ ആണ്, അത് നമ്മുടെ BRP കാർഡിന്റെ ഫ്രണ്ട് സൈഡിൽ റൈറ്റ് ടോപ്പ് കോർണറിൽ കാണും. അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തത് എക്സ്പയറി ഡേറ്റ് ആണ്. എക്സ്പയറി ഡേറ്റ് നമ്മുടെ വാലിഡ് അൺടിൽ ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക.
അടുത്ത പേജിലോട്ട് പോകുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് യുവർ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വാട്ട് ഇമെയിൽ അഡ്രസ് ഡു യു വാണ്ട് ടു യൂസ് വെൻ യു സൈൻ ഇൻ ടു യുവർ അക്കൗണ്ട് എന്നാണ് അടുത്ത പേജിൽ. അപ്പം നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് നമ്മൾ ഇതിനകത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തോട്ടായിരിക്കും ഇവർ ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസും ബാക്കി ഹൗ ടു സൈൻ ഇൻ മാനേജ് ഈ അക്കൗണ്ട് മാനേജ് ചെയ്യാനൊക്കെ ഉള്ള ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അതിനകത്തോട്ടായിരിക്കും അയക്കുക. അതുപോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റി കോഡും നമ്മുടെ ഈ കൊടുക്കുന്ന ഇമെയിൽ അഡ്രസ്സിനകത്തോട്ടായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പം അത് എൻ്റർ ചെയ്യുക. ഓക്കെ, ചെക്ക് യുവർ ഇമെയിൽ. വി ഹാവ് സെൻഡ് എ 6 ഡിജിറ്റ് സെക്യൂരിറ്റി കോഡ്. ഒരു 6 ഡിജിറ്റിന്റെ സെക്യൂരിറ്റി കോഡ് നമ്മൾ കൊടുത്തേക്കുന്ന ഇമെയിൽ ഐ ഡിയിലോട്ട് വന്നിട്ടുണ്ടാവും. അത് നമ്മൾ ഈ പെർട്ടിക്കുലർ ഫീൽഡ് സെക്യൂരിറ്റി കോഡിന്റെ ഫീൽഡിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അടുത്ത നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഫോൺ നമ്പർ ഡു യു വാണ്ട് ടു യൂസ് വെൻ യു സൈൻ ഇൻ ടു ദ അക്കൗണ്ട്. അപ്പം നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക. അപ്പം കോഡ് വെച്ച് കൊടുക്കണം. അപ്പം നമ്മൾ UK ആയതുകൊണ്ട് +44 പിന്നെ 0 കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിത് ഫോൺ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സെക്യൂരിറ്റി കോഡ് നമ്മുടെ ഫോണിലോട്ടും വരും. അതിനും ഇതുപോലെ 10 മിനിറ്റ്സ് ആണ് കേട്ടോ വാലിഡിറ്റി. അപ്പം വേഗം അതും എൻ്റർ ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ. അടുത്ത ചോദ്യം, ഡു യു വാണ്ട് സമ്മൺ എൽസ് ടു ഹാവ് ആക്സസ് ടു യുവർ അക്കൗണ്ട്. അപ്പം ഇത് എനിക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ആക്സസ് കൊടുക്കണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇപ്പം എൻ്റെ കാര്യത്തിൽ ദിസ് കുഡ് ബി എ ഫ്രണ്ട്, ഫാമിലി മെമ്പർ ഓർ ഇമിഗ്രേഷൻ അഡ്വൈസർ ഹു ഇസ് ഹെൽപ്പിംഗ് യു. ഇതിപ്പം നമ്മളല്ല, നമ്മുടെ ഫ്രണ്ട് ആണോ അല്ലെങ്കിൽ നമ്മുടെ വേറെ ആരെങ്കിലും ഫാമിലി മെമ്പർ ആണ് നമുക്ക് ഇത് ചെയ്തു തരുന്നതെങ്കിൽ അപ്പം നമുക്ക് യെസ് കൊടുക്കാം. അപ്പം നമ്മൾ ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന കാരണം ഞാനത് നോ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ആൻസേഴ്സ് ബിഫോർ യു ക്രിയേറ്റ് യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കിത് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണിത്. അതുകൊണ്ട് നല്ല പ്രോപ്പറായിട്ട് നമ്മളിതെല്ലാം റീചെക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ തിരുത്തി മുന്നോട്ട് പോവാം. അപ്പം ഞാൻ അങ്ങനെ നമ്മുടെ UKVI അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ അതിനകത്ത് നമുക്ക് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ യുവർ ഐഡന്റിറ്റി ഡോക്യുമെന്റ് നമ്പർ. അത് നമ്മൾ ഇപ്പം BRP യൂസ് ചെയ്താണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ BRP നമ്പർ വേണം. ഇൻ കേസ് നിങ്ങൾ പാസ്പോർട്ട് യൂസ് ചെയ്തിട്ടാണ് ചെയ്തെങ്കിൽ പാസ്പോർട്ട് നമ്പർ, പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ഫോണിൽ ആക്സസ് ടു യുവർ ഫോൺ ഓർ ഇമെയിൽ. ഓക്കെ, ഇത് 3 നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് സൈൻ ഇൻ ചെയ്യാം. പിന്നെ ഇവർ ചോദിക്കുന്നുണ്ട് വാട്ട് ഐഡന്റിറ്റി ഡോക്യുമെന്റ് ഡിഡ് യു യൂസ് വെൻ യു ക്രിയേറ്റഡ് യുവർ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് എന്ത് വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്? BRP കാർഡ് വെച്ചാണ് പെർമിറ്റ് ക്രിയേറ്റ് ചെയ്തത്. അപ്പം നമ്മൾ ബയോമെട്രിക് റെസിഡൻസ് കാർഡ് ഓർ പെർമിറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അത് വാട്ട് ഇസ് യുവർ BRP കാർഡ് ഓർ പെർമിറ്റ് നമ്പർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ BRP കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് നമ്മളോട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത്. ഡേ, മന്ത്, ഇയർ എന്നുള്ള ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അത് എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ നമ്മളോട് ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജിലോട്ട് വേണോ അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ട് വേണോ നമുക്ക് സെക്യൂരിറ്റി കോഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ചില സമയത്ത് ഈ ഫോണിലൊക്കെ ഇവിടെ OTP കിട്ടാൻ താമസമുള്ള കാരണം ഞാൻ ഇമെയിലാണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ പേജിൽ എത്തിയിട്ടുണ്ട്. ലിങ്ക് യുവർ ഇ-വിസ ടു യുവർ അക്കൗണ്ട്. ഇതിനകത്താണ് നമ്മുടെ ഐഡന്റിറ്റി കൺഫേം ചെയ്യുക, ലൊക്കേഷൻ, അതുപോലെ BRP നമ്പർ എല്ലാം നമ്മൾ ഇതിനകത്ത് കൺഫേം ചെയ്യുക. അക്കൗണ്ട് സെക്യൂരിറ്റി ഉണ്ട്, അതുപോലെ സബ്മിറ്റ് റിക്വസ്റ്റ്, ബാക്കി കാര്യങ്ങളെല്ലാം ഈ പേജിലാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കൺഫേം യുവർ ഐഡന്റിറ്റിയിലോട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. വൺസ് നമ്മളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനു വേണ്ടി നമ്മളോട് ചോദിക്കുന്നത്, ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് UK ഇമിഗ്രേഷൻ ID ചെക്ക് ആപ്പാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്യുവാണേ. ഓക്കെ, നമുക്ക് പിന്നെ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ കയ്യിൽ ഈ ഡോക്യുമെന്റ് സ്കാൻ ചെയ്യാനും നമ്മുടെ ഫോട്ടോ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള റൈറ്റ് ഫോൺ ഉണ്ടോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. മിക്കവാറും ഇപ്പം വരുന്ന ലേറ്റസ്റ്റ് ഫോൺസിലെല്ലാം ഇത് കാണാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഇതുപോലത്തെ സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിൽ വേറെ ലൈക്ക് ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്തിട്ട് നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ മനസ്സിൽ നമ്മുടെ ഐഡന്റിറ്റി കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഡു യു ഹാവ് ആക്സസ് ടു വൺ ഓഫ് ദീസ് ഫോൺസ്? അപ്പം യെസ്, എനിക്ക് ആക്സസ് ഉണ്ട്. ഞാൻ യെസ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുവാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട്, ഞാൻ ഇവിടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ UK ഇമിഗ്രേഷൻ ID ചെക്ക് എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ ഇങ്ങനെ ആയിരിക്കും എഴുതിയിരിക്കുന്നത്, യൂസ് ദിസ് ആപ്പ് ടു പ്രൂവ് യുവർ ഐഡന്റിറ്റി വെൻ യു മേക്ക് എൻ ആപ്ലിക്കേഷൻ, ആക്സസ് യുവർ ഇ-വിസ ഓർ അപ്ഡേറ്റ് യുവർ ഡീറ്റെയിൽസ് വിത്ത് ദ ഹോം ഓഫീസ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ. എന്നിട്ട് താഴെ ഒരു കണ്ടിന്യൂ ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളോട് ചോദിക്കും കണക്ഷൻ കോഡാണോ QR കോഡാണോ നമ്മുടെ ആപ്പിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ കണക്ഷൻ കോഡ് കൊടുക്കുവാണ്. ഇത് കണ്ടോ, ഇവിടെ താഴെ ഉണ്ട് കണക്ഷൻ കോഡ് എന്ന് പറഞ്ഞ ഇത്. അപ്പം നമ്മൾ കണക്ഷൻ കോഡ് നമ്മുടെ സ്മാർട്ട് ഫോണിൽ എൻ്റർ ചെയ്യാം. അപ്പം നമുക്കൊരു 6 ഡിജിറ്റ്സ് കോഡ് വരും. ആ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് കണക്ട് ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ഫോണിൽ തന്നെ അടുത്ത പേജിലോട്ട് പോയിട്ട് അതിനകത്ത് ഇത് ഇങ്ങനെയാണ് പറയുന്നത്, വി നീഡ് ടു കൺഫേം ഹൂ യു ആർ. ടു ഹെൽപ്പ് പ്രൊട്ടക്ട് യുവർ ഡേറ്റ വി വിൽ സെൻഡ് എ 6-digit കോഡ് ടു യുവർ മൊബൈൽ നമ്പർ ഓർ ഇമെയിൽ അഡ്രസ്. എന്നിട്ട് സെലക്ട് വെയർ യു വോണ്ട് ടു റിസീവ് ദ കോഡ്. അപ്പം രണ്ട് നമ്മുടെ ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഫോൺ നമ്പർ ആയിരിക്കും കിടക്കുന്നത്, സെക്കൻഡ് നമ്മുടെ ഇമെയിൽ അഡ്രസ് ആയിരിക്കും കിടക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ് വീണ്ടും സെലക്ട് ചെയ്യാണ്, എൻ്റർ ചെയ്ത് കണ്ടിന്യൂ. ഇപ്പം ഇതിനകത്ത് നമ്മുടെ ഫോണിനകത്ത് കണക്റ്റിംഗ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇത് എനിക്ക് ഇതിനകത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല ഡ്യൂ ടു സെക്യൂരിറ്റി റീസൺ, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ ഉടനെ നേരെ ഒരു പ്രൈവസി നോട്ടീസ് ആയിരിക്കും, അതുപോലെ തന്നെ കുക്കീസ്. അടുത്ത സ്റ്റാർട്ട് യൂസിങ് ദ ആപ്പ് എന്ന് പറഞ്ഞൊരു പേജ് വരും. യു ആർ നൗ റെഡി ടു യൂസ് ദ ആപ്പ്. യു വിൽ നീഡ് യുവർ ഐഡന്റിറ്റി ഡോക്യുമെന്റ് വിത്ത് യു. അപ്പം നിങ്ങളുടെ BRP കാർഡ് റെഡിയാക്കി വെക്കുക, എന്നിട്ട് ഒരു ആരോ ആയിരിക്കും, അത് പ്രസ് ചെയ്യാം. അടുത്ത പേജ് എന്ന് പറഞ്ഞാൽ ടേക്ക് ആൻ ഇമേജ് ഓഫ് യുവർ ഡോക്യുമെന്റ്. യു വിൽ ബി ആസ്ക്ഡ് ടു ടേക്ക് ആൻ ഇമേജ് ഓഫ് ദ പേഴ്സണൽ ഡീറ്റെയിൽസ് ഷോൺ ഓൺ യുവർ ഡോക്യുമെന്റ്. അതും നമ്മൾ ഒരു ആരോ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. അതുപോലെ അതിപ്പം അടുത്ത പേജിലോട്ട് പോകും. ചെക്ക് യുവർ ഡോക്യുമെന്റ്സ് ഇൻഫോർമേഷൻ. യു വിൽ ബി ആസ്ക്ഡ് to place the phone on your identity document. This checks the electronic information stored in it, so we know it is genuine. Okay, അപ്പോൾ നമ്മുടെ ഇതിനു വേണ്ടിയിട്ടാണ് NFC വേണ്ടത്. കാരണം നമ്മുടെ കാർഡിനോട് നമ്മുടെ ഫോൺ ചേർത്ത് വെക്കുമ്പോൾ അത് ഇലക്ട്രോണിക് കാർഡിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്ന ഇലക്ട്രോണിക് ഇൻഫോർമേഷന് ജെനുവിൻ ആണോ എന്ന് ചെക്ക് ചെയ്യും. സോ അതും ഓക്കെ. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. സ്കാൻ യുവർ ഫേസ്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് സ്കാൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. Children aged 9 and under will not be asked to scan their face. അപ്പം നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് അവർക്ക് സ്കാനിങ് ഒന്നും ഉണ്ടാവത്തില്ല. ചിൽഡ്രൻ അണ്ടർ ഏജ് ഓഫ് 9 അത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ടേക്ക് എ ഫോട്ടോ ഓഫ് യുവർ സെൽഫ്. യു വിൽ ബി ആസ്ക്ഡ് ടു ടേക്ക് എ ഫോട്ടോ ഓഫ് യുവർ സെൽഫ് ഓൺ ദ ഫോൺ. ദിസ് ഫോട്ടോ വിൽ ബി യൂസ്ഡ് ഓൺ ദ റെക്കോർഡ് ദാറ്റ് പ്രൂവ്സ് യുവർ സ്റ്റേറ്റസ് ഇൻ ദ UK. അപ്പം ഇത് കഴിഞ്ഞ് നമ്മുടെ ഫേസ് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോ എടുക്കുക. സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിലോട്ട് പോകുമ്പോൾ വിച്ച് ഡോക്യുമെന്റ് വിൽ യു യൂസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിനകത്ത് രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഐദർ ഇന്റർനാഷണൽ പാസ്പോർട്ട് അല്ലെങ്കിൽ BRP. അപ്പോൾ നമ്മൾ BRP സെലക്ട് ചെയ്യുക. നമ്മുടെ BRP കാർഡിന്റെ പുറകു വശമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പം നമ്മൾ പുറകു വശത്തിന്റെ ഫോട്ടോ ആണ് നമ്മൾ എടുക്കേണ്ടത്. കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. അടുത്ത ഉടനെ വേറൊരു പോപ്പപ്പ് വരും, ഇമേജ് ഇസ് ടേക്കൺ. നൗ ടേക്ക് ആൻ ഇമേജ് ഓഫ് ദ അതർ സൈഡ് ഓഫ് യുവർ കാർഡ്. ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ട് സൈഡിലോട്ടുള്ള ഫോട്ടോ എടുക്കണം. എന്നിട്ട് നമ്മൾ ക്ലിക്ക് ഓക്കെ കൊടുത്തിട്ട് അടുത്ത നമ്മുടെ കാർഡിന്റെ ഫ്രണ്ട് പേജിന്റെ ഫോട്ടോ എടുക്കുക. ടേക്കൺ യു ഹാവ് സക്സസ്ഫുള്ളി ടേക്കൺ ആൻ ഇമേജ് ഓഫ് ബോത്ത് സൈഡ്സ് ഓഫ് യുവർ കാർഡ്. അപ്പൊ നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഫോണിനകത്ത് NFC നോട്ട് എനേബിൾഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ചെന്നിട്ട് സെറ്റിംഗ്സിൽ പോയിട്ട് ഇത് എനേബിൾ ചെയ്യണം. അടുത്തെന്ന് പറഞ്ഞാൽ ചിപ്പ് ഡിറ്റക്ട് ചെയ്യാനുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ കാർഡിന്റെ മുകളിലോട്ട് വെക്കുക. അപ്പോൾ അവർ ചിപ്പ് ഡിറ്റക്ട് ചെയ്യും, എന്നിട്ടാണ് അടുത്ത പേജിലോട്ട് പോകുന്നത്. ഇൻ കേസ് നിങ്ങളുടെ ഇത് ഡിറ്റക്ട് ആയില്ലെങ്കിൽ നിങ്ങൾ ആദ്യം മുതലേ ഫോട്ടോ എടുക്കുന്ന പ്രൊസീജിയർ മുതലേ തുടങ്ങണം. എന്നിട്ടും വരുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞങ്ങൾക്ക് അങ്ങനെയാണ് പറ്റിയത്. കാരണം ഫോണിന്റെ കവർ ഊരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പം വേഗം അത് ആക്സസ് ചെയ്യും. വൺസ് അത് ആക്സസ് ചെയ്യുമ്പോഴേനും അടുത്ത പേജിലോട്ട് പോകും. സ്കാൻ യുവർ ഫേസ് എന്ന് പറഞ്ഞാൽ ഈ സെൽഫി എടുക്കുന്ന പോലെ അവരൊരു റൗണ്ട്, ഒരു ഓവൽ ഷേപ്പ്, നമ്മുടെ ഫേസിന്റെ ഷേപ്പിലുള്ള ഒരു റൗണ്ട് ആയിരിക്കും. അതിനകത്തോട്ട് ഫേസ് വെച്ചിട്ട് ക്ലിയർ ആയിട്ട് നിൽക്കുക. അപ്പം അത് വൺസ് അത് സ്കാൻ ചെയ്ത ഉടനെ ഒരു ഫേസ് സ്കാൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞൊരു മെസ്സേജ് ചെയ്യുക. അത് ഓക്കെ കൊടുത്തിട്ട് ടേക്ക് യുവർ ഫോട്ടോ എന്നുള്ളൊരു പേജിലോട്ട് പോകും. ദിസ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ 1-2 പ്രാവശ്യം ട്രൈ ചെയ്യേണ്ടി വരും. കറക്റ്റ് നമ്മുടെ ആ ഫോട്ടോ കിട്ടുന്നവരെ ഇത് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം അത് കണ്ടിന്യൂ ചെയ്യാം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ പോലത്തെ ഒരു ഫോട്ടോ ആണ് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നിട്ട് അത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫേസിൽ ഈവൻ ലൈറ്റിംഗ് ആയിരിക്കണം, അതുപോലെ ഷാഡോ പാടില്ല, ഗ്ലെയർ പാടില്ല. നിങ്ങളുടെ മുഖത്തും അതുപോലെ പുറകിലും ഗ്ലെയറോ ഷാഡോയോ ഒന്നും പാടില്ല. അപ്പം നമ്മൾ യൂസ് ക്യാമറ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിൽക്കുക. ഫോട്ടോ എടുത്തു കഴിഞ്ഞു. കാരണം ഞാൻ ആദ്യം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ണാടി ഉള്ളവർ കണ്ണാടി റിമൂവ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഇതൊക്കെ നമ്മൾ ഇപ്പം കൊടുത്തേക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സും എല്ലാം വെച്ചിട്ട് അവർ വീണ്ടും നമ്മുടെ കുറേ ഇൻഫർമേഷൻസ് അവർ പിന്നെ കാണിക്കും. അത് കഴിഞ്ഞ് ആ ഇൻഫർമേഷൻ താഴെ ഒരു ബട്ടൺ ഉണ്ടാവും, സബ്മിറ്റ് ഇൻഫർമേഷൻ, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അടുത്തത് വരുന്നേക്കുന്ന ഐഡന്റിറ്റി ഡീറ്റെയിൽസ് സബ്മിറ്റഡ്. അപ്പം നമ്മുടെ ഐഡന്റിറ്റി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റിട്ടേൺ ടു യുവർ UK വിസാസ് ആൻഡ് ഇമിഗ്രേഷൻ അക്കൗണ്ട് ടു കണ്ടിന്യൂ. എന്ന് വെച്ചാൽ UK VI അക്കൗണ്ട് ഉണ്ട്, നമ്മൾ അതിനകത്തോട്ട് വീണ്ടും സൈൻ ഇൻ ചെയ്യാം. യു ക്യാൻ കണ്ടിന്യൂ ഓൺ ദിസ് ഫോർ ഇഫ് യു
you can continue on this phone, or if you want to return to a different device, you can now disconnect the app and use the link we have sent to you when you registered your sign in details. അപ്പം നമുക്ക് വേണമെങ്കിൽ ഫോണിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ലാപ്ടോപ്പിലോട്ട് വരാം. ഞാൻ വീണ്ടും ലാപ്ടോപ്പിലോട്ട് തിരിച്ചു വരുവാണ്. സൈൻ ഇൻ ചെയ്യാം. അപ്പം വീണ്ടും ഇവർ ഇതേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മുടെ ഐഡന്റിറ്റി ഡോക്യുമെന്റ് എന്തായിരുന്നു, നമ്മൾ BRP കാർഡ് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ BRP കാർഡിന്റെ നമ്പർ ഇവിടെ എൻട്രി ചെയ്യുക, കണ്ടിന്യൂ ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യാം. പിന്നെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, സെക്യൂരിറ്റി കോഡ്. ഞാൻ വീണ്ടും ഇമെയിൽ കൊടുക്കുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു, കണ്ടിന്യൂ. ലിങ്ക് യുവർ ഇ-വിസ ടു യുവർ അക്കൗണ്ട്, യുണീക്ക് റെഫറൻസ് നമ്പർ കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റസ് സ്റ്റാർട്ടഡ് ഓൺ 27th July 2024 കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും സൈൻ ഇൻ ചെയ്തിട്ട് നമ്മുടെ കൺഫേം യുവർ ഐഡന്റിറ്റിയിലോട്ട് വീണ്ടും പോവാം. വി ആർ ഫെച്ചിങ് യുവർ ഫോം. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത കാരണം ഐഡന്റിറ്റി ഇൻഫർമേഷൻ ഓൾറെഡി സബ്മിറ്റഡ്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ കൺഫേം യുവർ ഐഡന്റിറ്റി കംപ്ലീറ്റഡ് ആയി. ഇനി അടുത്ത് നിങ്ങളുടെ യുവർ ലൊക്കേഷൻ ആണ് കൊടുത്തേക്കുന്നത്. യുവർ ലൊക്കേഷൻ, ഐ യു ഇൻ ദ UK നൗ? യെസ്, ഐ ആം ഇൻ ദ UK കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യാം. ചെക്ക് യുവർ ആൻസേഴ്സ്. അപ്പം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതും കംപ്ലീറ്റ് ചെയ്തു. പിന്നെ കോൺടാക്ട് പ്രിഫറൻസസ് ആണ് അടുത്ത. സെയിം ഇമെയിൽ അഡ്രസ്സ് തന്നെ ഞാൻ കൊടുത്ത് ലോഗിൻ ചെയ്തേക്കുന്ന സെയിം ഇമെയിൽ അഡ്രസ്സ് തന്നെ ഞാൻ വീണ്ടും വെരിഫൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ കൊടുക്കണം. നെക്സ്റ്റ് നമ്മുടെ ഫോണാണ്. അത് നമ്മുടെ ഫോൺ നമ്പർ വീണ്ടും ഏതാണ് നമ്മുടെ വാലിഡ് ഫോൺ നമ്പർ അതാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. ചെക്ക് ചെയ്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടിന്യൂ. അടുത്തത് നമ്മുടെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആണ്, അക്കൗണ്ട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ്. ഇതിനകത്ത് 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരെണ്ണം ഓരോ സെറ്റിനകത്തു നിന്നും ചൂസ് ചെയ്തിട്ട് അതിന്റെ ആൻസർ കൊടുക്കുക. ഇത് നിങ്ങളുടെ നോട്ട് ചെയ്യുന്ന ഈ കൊടുക്കുന്ന ആൻസേഴ്സ് നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക. എന്തെങ്കിലും അക്കൗണ്ടിന് എന്തെങ്കിലും ഇഷ്യൂ വരുമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ലോഗിൻ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യാം. വീണ്ടും ഇതുപോലെ തന്നെ ആൻസേഴ്സ് ചെക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ആൻസേഴ്സ് ചെക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഡിക്ലറേഷൻ ആണ്. ഡിക്ലറേഷൻ ആൻഡ് സബ്മിഷൻ. ഡിക്ലറേഷൻ ആണ് എൻ്റെ ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്തത്. ഞാൻ 18 വയസ്സിന് മുകളിലുള്ള ഒരാളാണ്. അതുപോലെ തന്നെ വേറെ ഓപ്ഷൻസും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ പിള്ളേർക്ക് വേണ്ടിയാണ് ചെയ്യുന്നെങ്കിൽ ഐ ആം ദ പേരന്റ് ഓർ ദ ലീഗൽ ഗാർഡിയൻ കൊടുക്കുക. ഇത് വേറെ ആർക്കെങ്കിലും വേണ്ടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് ഓൺ ബിഹാഫ് ഓഫ് അനദർ പേഴ്സൺ കൊടുക്കുക. ഐ ആം ദ പേഴ്സൺ സബ്മിറ്റിംഗ് ദ ഇൻഫർമേഷൻ ആൻഡ് ഐ ആം. ഇപ്പൊ നിങ്ങൾക്ക് 18 വയസ്സിന് താഴെ ആണെങ്കിൽ അത് എല്ലാ ഓപ്ഷനും ഉണ്ട്. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മുടെ സബ്മിറ്റ് ഓപ്ഷൻ ആണ്. സബ്മിറ്റ് ചെയ്യുക. Select confirm and submit when you're ready to submit your information. We will use this information you have provided to find our records of your immigration status. We will then link your e-visa to your account. നമ്മുടെ ഇൻഫർമേഷൻ ഒക്കെ കൊടുത്തേക്കുന്നത് നമ്മുടെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് നമ്മുടെ റെക്കോർഡുമായിട്ട് അവർ ചെക്ക് ചെയ്ത് നമ്മുടെ വിസ നമ്മുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ we will email you using the contact email address you have chosen when your e-visa is ready to view. നമ്മുടെ വിസ റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസ് നമ്മുടെ ഇമെയിൽ അഡ്രസ്സിലോട്ട് ഇവർ മെയിൽ ചെയ്യും കൂടെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വൺസ് ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം കൺഫേം ആൻഡ് സബ്മിറ്റ് കൊടുക്കും. ഇൻഫർമേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ്. യുവർ റെഫറൻസ് നമ്പറും ഉണ്ടാവും. ഇത് പിന്നെ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് നമ്മുടെ ഈ വിസ റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന ഇമെയിൽ അഡ്രസ്സിലോട്ട് അത് അവർ ഇമെയിൽ ചെയ്യും. ഇതെല്ലാം നമ്മൾ വായിച്ചു നോക്കി കഴിയുമ്പോൾ നമ്മൾ ഫിനിഷ് ആൻഡ് ലീവ് സർവീസ് ചെയ്യാം. അപ്പൊ ഈ വിസ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഐ വിൽ ബി റെസ്പോണ്ടിങ്. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.